ഗുരുവായൂരിലെ ഉത്സവ ബലിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് കേട്ടോ. വലിയ വിളക്ക് എന്നും പറയും. ദേവകൾക്കും പാർഷദന്മാർക്കും ഭൂതഗണങ്ങൾക്കും ജീവജാലങ്ങൾക്കും ഭഗവാൻ നേരിട്ട് അന്നം സമർപ്പിക്കും എന്ന സങ്കല്പമാണ് ഈ ഉത്സവ ബലി. രാവിലെ 8-ന് ശേഷം ശീവേലിയും പന്തീരടി പൂജയും കഴിഞ്ഞ് ചടങ്ങുകൾ തുടങ്ങും. വൈകിട്ട് 4 മണിയാവും കേട്ടോ പൂർത്തിയാവാൻ. ചടങ്ങിൽ പങ്കെടുക്കുന്ന തന്ത്രിയും പരിചാരകരും വെള്ളം പോലും കുടിക്കാതെ ശുദ്ധ ഉപവാസം ആചരിച്ചിട്ടാണ് ഉത്സവ ബലി നടക്കുക. തന്ത്രിയുടെ ഊരാളൻ്റെയും അനുമതിയോടെ മരപ്പാണി കൊട്ടി ചടങ്ങ് ആരംഭിക്കുന്നു. അകത്ത് ബലിയർപ്പിക്കുന്ന ചടങ്ങ് 2 മണിക്കൂർ നീളും. തെക്കേവാതിൽ മാടത്തിലാണ് തന്ത്രി ഹവിസ് പൂജിക്കുക. ഈ ബലിയർപ്പിക്കൽ ചടങ്ങ് ഏതാണ്ട് 2 മണിക്കൂർ നീളും. സപ്തമാതൃക്കൾക്ക് ബലി തൂവാനായി ഭഗവാനെ സ്വർണ്ണപ്പഴുക്ക മണ്ഡപത്തിൽ എഴുന്നള്ളിക്കുമ്പോൾ ഏതാണ്ട് ഉച്ചയ്ക്ക് 1 മണിക്കൂർ ദർശനം നടത്താൻ പറ്റും. സപ്തമാതൃക്കൾക്ക് ബലി കഴിഞ്ഞാൽ ചുറ്റമ്പലത്തിൽ 7 പ്രദക്ഷിണം ബലി തൂവും. വലിയ ബലിക്കല്ലിന് പൂജയോടെ ഹവിസ് സമർപ്പിക്കും. 3 മണിയോടെ ചടങ്ങ് അവസാനിക്കും. തന്ത്രി ഉച്ചപൂജ നിർവഹിച്ച് കഴിയുമ്പോൾ 4 മണി കഴിയും. ഉത്സവ ബലിക്ക് ജീവജാലങ്ങൾക്കും അന്നം നൽകും. നാട്ടിൽ ആരും പട്ടിണി കിടക്കരുതെന്ന സങ്കല്പത്തിൽ ദേശത്തുള്ളവർക്ക് 4 കറി പായസമടക്കമുള്ള വിഭവങ്ങൾ ദേശപ്പകർച്ചയായി നൽകും. പണ്ട് മാറാരോഗികൾക്കും മോഷ്ടാക്കൾക്കുമായി 4 കൂട്ട പെരുവഴികളിൽ അന്നം കൊണ്ടുവയ്ക്കുന്നൊരു പതിവുണ്ടായിരുന്നു. ഉച്ചപൂജയുടെ ഒരു ചെമ്പ് ചോറ് പക്ഷിമൃഗാദികൾക്കായി പുറത്തു വയ്ക്കും. രാത്രി പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ചാൽ ആ ഒരു ചെമ്പ് ചോറ് കിഴക്ക് ഭാഗത്ത് വയ്ക്കും. ഇവിടെ ഊരാളൻ തന്നെ വിളക്ക് കൊളുത്തണം, അങ്ങനൊരു സങ്കല്പമുണ്ട്. അന്നം കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവർക്ക് ഈ ചെമ്പിൽ നിന്ന് ചോറ് കൊണ്ടുപോകാം. പാദാന പകർച്ച എന്നാണ് ഇതിന് പറയുന്നത്. ഈ ഹവിസിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഹവിസ് പൂജിക്കുന്നതിലും കുറച്ച് പ്രത്യേകതകളുണ്ട്. ഉണക്കലരി കൊണ്ടുള്ള ചോറാണ് ഹവിസ്. പഴയ കണക്കനുസരിച്ച് 96 നാരായം അരിയുടെ ഹവിസ് തയ്യാറാക്കും. പുതിയ പരമ്പ് വിരിച്ച് വാഴയിലിട്ട് ഹവിസ് പരത്തി ദേവകൾക്ക്, പാർഷദന്മാർക്ക്, ഭൂതഗണങ്ങൾക്ക് എന്ന് 3 ഭാഗക്കാർക്കും കൊടുക്കും. ശർക്കര, കദളിപ്പഴം, നാളികേര കഷണം എന്നിവ ചേർത്ത ഹവിസ് ദേവകൾക്ക്. പാർഷദ ഹവിസിൽ ഇതിനൊപ്പം മഞ്ഞൾപ്പൊടി ചേർക്കും. ഭൂതകൂല ഹവിസിൽ തൈര്, കദളിക്കായ, അരി വറുത്ത് പൊടിച്ചത്, എള്ള് വറുത്ത് പൊടിച്ചത് എന്നിവ കൂടി ചേർക്കും. ദേവകൾക്കും പാർഷദന്മാർക്കും നാലമ്പലത്തിനകത്തും ഭൂതഗണങ്ങൾക്ക് പുറത്തുമായിട്ടാണ് ഹവിസ് അർപ്പിക്കുന്നത്.